നല്ല സൈസ് ഫിലോപ്പി ഇട്ടാ. സ്ട്രൈക്ക് അടക്കം കിട്ടിയേട്ടാ നമുക്ക്. കഴിഞ്ഞ നേരത്തെ ഫിലോപ്പി അടിച്ച് സ്ട്രൈക്ക് കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ 6ാമത്തെ മീനിട്ടാ. അടുത്ത പറയട്ടെ ബോയിങ് തന്നെ ഏട്ടാ. ബോയിങ് തകർത്തോണ്ടിരിക്കാണ്. രണ്ടാമത്തെ ഫിലോപ്പിട്ടാ. എന്ത് ഫിലോപ്പി, 1/2 കിലോന്റെ മേലുണ്ട്. നല്ല നിരത്തി അടിച്ചിട്ടാ. ഒരു ചക്ക പോലത്തെ ഫിലോപ്പി, അതിന്റെ ചെറിയ സൈസ്, ഒരു 4 പരലി, ഒരു കറുപ്പ്, അത്രയും മീൻ അടിച്ചിട്ടാ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലെഡി സ്ലോക്സ്. അപ്പോൾ ടാക്ലെഡി സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ബോയിങ് എന്ന് പറഞ്ഞ ട്രാവൽ റോഡാണ് യൂസ് ചെയ്യണത്. കൊമോഡോ 1000cc റീല് ബ്ലാക്ക് മമ്മ ബ്രൈഡാ. വീഡിയോൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അടിയാണ്. ഒന്ന് കണ്ടു നോക്കട്ടാ. സാധനം അടിക്കണ്ടായിരുന്നില്ലട്ടാ. ഇത് തൊട്ടുമ്പത്തേറെ ഫിലോപ്പി ഇട്ടാ. ഇപ്പതേ പരല് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇത്രയും നേരം സാധനം അടിക്കണ്ടായിരുന്നില്ല. അതെ, 2 കാസ്റ്റിങ്ങിൽ 2 മീനിട്ടാ. അടുപ്പിച്ച് തൊട്ട് മുമ്പത്തെ കാസ്റ്റിങ്ങിൽ ഫിലോപ്പി, അതിന്റെ പുറകെ പരലിട്ടാ. മീൻ വട്ടായതായിട്ടാണ് തോന്നി. നേരെ ആയി കഴിഞ്ഞത് ബോയിങ് ആണ് യൂസ് ചെയ്തേക്കണേട്ടാ. ബോയിങ് ട്രാവൽ റോഡ് 5 പീസ് ഇട്ടാ. ശരിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടേ ഇതിലടിച്ചേക്കണേട്ടാ. എന്ത് പറയാൻ, അടുപ്പിച്ചുള്ള 2 കാസ്റ്റിൽ 2 മീൻ, 2 കാസ്റ്റിൽ അടുപ്പിച്ച് 2 മീൻ കയറിയിട്ടാ. എന്ത് സാധനമാണ് അടിച്ചേക്കണേന്ന് നോക്കിയേ. ഇത് കണ്ട, ഞാൻ റോഡ് ഓടിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് താഴത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പോസ് പോവും. ഫിലോപ്പിയാണ് അടിച്ചേക്കണം, നല്ല ജംഗം ഫിലോപ്പി. അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ റോഡ് ഓടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. മീഡിയം ലൈറ്റ് റോഡാണ് കേട്ടോ. ബോയിങ് എന്ന് പറഞ്ഞ ട്രാവൽ റോഡാണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്കിത് അൾട്രാ ലൈറ്റ് പരല് വലിക്കണ, അൾട്രാ മീഡിയം ലൈറ്റ് പരല് വലിക്കണതിൻ്റെ ഇടയിൽ നമ്മൾ BFS എടുത്ത്, പക്ഷെ കാറ്റായപ്പോൾ അടുത്ത് മാറ്റിയതേ. അതിൻ്റെ ഇടയിൽ അടിച്ചൊരു മീനാണ്ടിക്കാണ് ഫിലോപ്പി. പിന്നെ നമ്മൾ മണ്ണ് മുട്ടിക്കാണ്ട് കുറേ നേരം നോക്കി വീഡിയോ എടുക്കാൻ, പക്ഷെ കുടഞ്ഞ് താഴെപ്പോയി. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ റോഡിൽ തൂക്കിയിരുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, മണ്ണ് തൊടാണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം വളരെ അടിക്കാറില്ല, ഫിലോപ്പി അങ്ങനെ അടിക്കാറില്ല. നമുക്ക് കൂട്ടം കൂടിയിരിക്കണതിൻ്റെ ഇടയിൽ നിന്ന് അടിക്കാറുണ്ടെങ്കിൽ ഇത് കയറാറില്ല. പയ്യനെ ഒന്ന് അടിച്ചിട്ട് തട്ടി തെറിച്ചൊക്കെ പോകും. പക്ഷെ ഈ പ്രാവശ്യം എന്തായാലും പുള്ളി ശരിക്കും അടിച്ച് കയറ്റി കളഞ്ഞു പുള്ളി. കേട്ടോ, അണ്ണാക്കിൽ ഇങ്ങനെ സ്പിന്നറിൻ്റെ കുളത്തൊക്കെ എല്ലാ കുളത്തും കയറിയെന്ന് തോന്നുന്നു. 2 കുളത്തും കയറി, രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. എന്ത് പറയാനാണെന്ന് പറയണേ. അടിച്ചാട്ടി കണ്ട തൊട്ടടുത്തൊന്നും അടിച്ചേക്കണം. ഞാനേ ഇത്രയും ദിവസം തൃശ്ശൂർ വന്നതൊക്കെ വേസ്റ്റ് ആയിരുന്നു. ഇന്ന് എന്താണെന്ന് അറിഞ്ഞു കൊടുക്കേണ്ടത്. അടിക്കണ അടി കണ്ട. ഇത്രയും ദിവസം തൃശ്ശൂർ വന്നിട്ട് സാധനം അടിക്കണ്ടായിരുന്നില്ല. ഇതെന്താ അടിക്കണേന്ന് നോക്കി. ടൈമിങ്ങിന്റെ എന്റെ പൊന്നെ മീൻ പോയടാ. നല്ല 1-ാം തരം മീശക്കുറുവേനെ അടിച്ചേക്കണേട്ടാ. മണ്ണി പോയാ പോയി, അതിന് പണി കഴിഞ്ഞ് കളറൊക്കെ പോവും. മൂന്നാമത്തെ കുറുവ. എന്ത് പറയാനാണ് നോക്കണേ. ഇത്രയും നാളെ നമ്മൾ തൃശ്ശൂര് വന്നതൊക്കെ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നണേ. കാരണം ഇതുണ്ടത് അടുത്ത കുറുവ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മൊത്തം അടിച്ചിട്ടാ. ഇത്രയും ദിവസം വന്നിട്ട് ഇതിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല അടിയാ. അപ്പതേ 3ാമത്തെ കുറുവേട്ടാ. ഒന്നും പറയാനില്ല. ഇന്ന് അടിയുടെ ദിവസം ചെയ്തിട്ടുണ്ട്. ബോയിങ് ട്രാവൽ റോഡ് തന്നെ, സേഫ് 5 പീസ് ട്രാവൽ റോഡ് മീഡിയം ലൈറ്റ്. 3ാമത്തെ കുറുവ. മൊത്തം ഒരു ഫിലോപ്പി, 3 കുറുവ, ഒരു നമ്മുടെ കല്ലേമുട്ടി. മൊത്തം അടിപൊളി. ഇത്രയും ദിവസം വന്നപ്പോൾ വേസ്റ്റ് ആയിരുന്നു, അടിക്കണ്ടായിരുന്നില്ല. ഇത് വെച്ച് നോക്കുമ്പോ ഇന്നും മരണടിയാ. വായപ്പെട്ട ചെറിയൊരു വായമ്മേൻ്റെ കുഞ്ഞടിച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കണ്ട വീടാ.
ഇപ്പൊ പിലോപ്പി. എന്റെ പൊന്ന് ദൈവം, രണ്ടാമത്തെ പിലോപ്പി ഇട്ടാ. എന്ത് പിലോപ്പി നോക്കി, 1/2 കിലോന്റെ മേലുണ്ട്. ഇത് വീഡിയോ ഇട്ടോണ്ട്, വീഡിയോ കിട്ടിയോണ്ട് നമുക്ക് നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കൂല. എന്ത് ജംഗം പിലോപ്പി നോക്കി. റോഡ് മീഡിയയിലായിട്ട് അതുകൊണ്ട് പൊക്കാത്ത ചെളിയായ മീനെ കാണാൻ പിന്നെ ഒരു ഭംഗി ഉണ്ടാവൂല. അടിപൊളിയായിട്ടാ ചെളിയായി. അതായത് നമ്മുടെ ബോയിങ് ട്രാവൽ റോഡിൽ ഒരു ജംഗം പിലോപ്പി അടിച്ചിട്ടുണ്ട്. വേണ്ട, നല്ല സൈസ് പിലോപ്പി ഇട്ടാ. ഒരു എന്താ പറയാ, ഇത്ര ഉണ്ട് പിലോപ്പി. ഇത് സ്ട്രൈക്ക് അടക്കം കിട്ടിയേട്ടാ നമുക്ക്. കഴിഞ്ഞ നേരത്തെ പിലോപ്പി അടിച്ച് സ്ട്രൈക്ക് കിട്ടിയില്ല. അപ്പൊ ഇന്നത്തെ 6ാമത്തെ മീനിട്ടാ. എന്തായാലും തൃശ്ശൂര് വന്നത് കുറച്ച് ദിവസമായിട്ട് പാഴായിട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതാണ് മീനിട്ടാ. ഓക്കെ, എന്തായാലും ഒരു കസ്റ്റമർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അൾട്രാലൈറ്റ് ട്രൈ ചെയ്ത് നോക്കണം. അൾട്രാലൈറ്റ് മീഡിയം ലൈറ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടാത്ത ടെൻഷനൊക്കെ മാറും. നമുക്ക് ഇതുപോലെ മീൻ കിട്ടാൻ തുടങ്ങും, മീൻ അടിക്കാൻ തുടങ്ങും. അതാണ് മീനിട്ടാ. ഓക്കെ, കാസ്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം ഒന്നും കുഴപ്പമുണ്ടിട്ടാ. അടുത്ത വരല് മുട്ടം വരല് ഇതുണ്ട. അടുത്ത വരലടാ ബോയിങ് തന്നെ ഏട്ടാ. ബോയിങ് തകർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അതേ മീഡിയം ലൈറ്റ് അൾട്രാലൈറ്റ് ഈ സൈസ് ടാക്കിൾസ് യൂസ് ചെയ്യണതിൻ്റെ ഗുണങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ വെറുതെ വീഡിയോ പ്ലാൻ ചെയ്തത്. പക്ഷെ മീൻ അടിച്ചിട്ട് നിരത്തി അതിന് വേണ്ടി വന്നാണ്, തൃശ്ശൂർ വന്നാണ്. ആ വീഡിയോന് വേണ്ടിയല്ല, നമ്മൾ പരൽ പിടിക്കാൻ വേണ്ടി വന്നാൽ. നല്ല നിരത്തി അടിച്ചിട്ടാ. ഒരു ചക്ക പോലത്തെ പിലോപ്പി, അതിൻ്റെ ചെറിയ സൈസ്, ഒരു 4 പരല്, ഒരു കറുപ്പ്, അത്രയും മീൻ അടിച്ചിട്ടാ. അത് കാണിച്ചിട്ട് ഓക്കെ. ഇത്രയും മീൻ കിട്ടിയിട്ട ചത്തട്ടൊന്നും ഇല്ല. കുറുവയും പിലോപ്പിയൊന്നും ചത്തട്ടില്ല, കറുപ്പും ചത്തട്ടില്ല. കറുപ്പിന് ജീവനുണ്ട്. ഈ പിലോപ്പി അതെപ്പോഴുണ്ടായി. എല്ലാവരും ലൈറ്റ് അൾട്രാവയലറ്റ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. മീൻ കിട്ടാണ്ടിരിക്കുക സെക്കൻഡ് ഓപ്ഷൻ. നമ്മുടെ സേഫ്റ്റി കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ ലൈറ്റ് ടാക്കിൾസ് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.